ഞാൻ വയസ്സാകുമ്പോൾ എൻ്റെ മക്കൾ എന്താകും എന്നതല്ല ഞാൻ ആലോചിക്കേണ്ടത്. എൻ്റെ ഭാര്യ എന്താകും അതല്ല ഞാൻ ചിന്തിക്കേണ്ടത്. എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എന്താകും എന്നല്ല, ഞാൻ എന്താകും, എൻ്റെ അവസ്ഥ എന്ത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ചല്ല വ്യാകുലപ്പെടേണ്ടത്. നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ നിങ്ങളുടെ സമ്പാദ്യങ്ങളെ കുറിച്ചോ അല്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുകയും വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് നീ സ്വയം ആലോചിക്കണം. മക്കളെ കുറിച്ചല്ല, ഭാര്യയെ കുറിച്ചോ ബിസിനസ് സാമ്രാജ്യങ്ങളെ കുറിച്ചോ അല്ല, നിന്നെ കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത്. എന്നെ കുറിച്ച് നമ്മളെല്ലാവരും സ്വന്തത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അല്ലാഹുവേ, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ്? ഖബറിലേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നാളെ ഖബറിൽ ചെന്നാൽ എനിക്ക് രക്ഷപ്പെടണം. അല്ലാഹുവേ, എൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന്, എൻ്റെ സ്വർണങ്ങളിൽ നിന്ന്, എൻ്റെ വരുമാനങ്ങളിൽ നിന്നൊരു വിഹിതം ഞാൻ എൻ്റെ ഖബറിലേക്ക് വേണ്ടി വെക്കട്ടെ റബ്ബേ. എൻ്റെ മക്കളെ ഏറ്റെടുക്കാൻ നീയുണ്ടല്ലോ, എൻ്റെ ഭാര്യയെ ഏറ്റെടുക്കാൻ നീയുണ്ടല്ലോ. നാളെ ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ എൻ്റെ ഖബറിടം രക്ഷപ്പെടാൻ, എൻ്റെ ഖബറിടം സ്വർഗീയമാവാൻ, എനിക്ക് നാളെ നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകം ആസ്വദിക്കാൻ അല്ലാഹുവേ, ഞാനൊരു ഷെയർ ഹോൾഡറായി ഈ ഷെയറിൽ ഞാൻ കൂടുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് എന്നെ കുറിച്ചാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. മക്കളെ കുറിച്ചല്ല. മക്കളെ നോക്കാൻ ഇവിടെ അല്ലാഹുവുണ്ട്, ഭാര്യയെ നോക്കാൻ ഇവിടെ അല്ലാഹുവുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനത്തെക്കാൾ മറികടക്കാൻ നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭാര്യയ്ക്കോ കഴിയില്ല. അതുകൊണ്ട് എന്താണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചത് എന്നായിരിക്കണം എന്റെയും നിങ്ങളുടെയും ചിന്ത. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വൽ അസ്ർ വല്ളുഹാ, സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജയത്തിലാണ്, മനുഷ്യൻ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, സത്യവിശ്വാസത്തിൽ ചേരുകയും വഅമിലുസ് സ്വാലിഹാത്ത്, നന്മ ചെയ്യുകയും ചെയ്ത ആളുകൾ ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമിക്കാൻ പരസ്പരം കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ എല്ലാവരും പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ ഒഴികെ. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരൊഴികെ. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം നന്മ കൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ. തെറ്റു കാണുമ്പോൾ ഉണർത്തുകയും തിന്മ കാണുമ്പോൾ ചെയ്യല്ലേ, നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തുകയൊഴികെ. വതവാസൗ ബിസ്സബ്ർ, പ്രയാസം കൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, പ്രയാസം കൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, സന്തോഷിക്കാനല്ല. വലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ. വല എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ല എന്ന പദം അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നബ്ലുവന്നകും, പരീക്ഷിക്കുക തന്നെ ചെയ്യും, തീർച്ചയായും നിന്നെ ഞാൻ പരീക്ഷിക്കുക ചെയ്യും. ഞാൻ നിന്നെ പരീക്ഷിക്കും എന്ന് പറയുന്നതും തീർച്ചയായും ഞാൻ നിന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട്. ഞാൻ നിന്നെ അടിക്കും, നാളെ ഹോംവർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ ഉസ്താദ് പറയാണ്, ടീച്ചേഴ്സ് പറയാണ്, ഞാൻ നിന്നെ അടിക്കും. ഗൗരവം കുറവാണ്. വേറൊരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നാളെ എങ്ങാനും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഗൗരവം കൂടി. ആ ടീച്ചറിൻ്റെ ഹോംവർക്ക് എല്ലാവരും ചെയ്യും. അത് അല്ലാഹു പറഞ്ഞത്. വലനബ്ലുവന്നകും, നിങ്ങൾ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും ചില ആളുകളെ. നിരാശരാവേണ്ട, ടെൻഷൻ വേണ്ട. ആ രോഗം അല്ലാഹു നൽകിയത്
മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാനാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക്. ഷുഗർ തന്നതും, പ്രഷർ തന്നതും, കൊളസ്ട്രോൾ തന്നതും, ക്യാൻസർ തന്നതും, മറ്റുള്ള രോഗങ്ങൾ തന്നതും, ഹാർട്ട് അറ്റാക്ക് തന്നതും, ബ്ലോക്ക് തന്നതും, എന്തൊക്കെ അസുഖങ്ങളാണോ നമ്മൾക്കുള്ളത് എല്ലാം അല്ലാഹു തരുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. ക്ഷമിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാനാണ്. ക്ഷമിക്കുന്നവനോ, ക്ഷമിച്ചാൽ അല്ലാഹു അത് മൂലം ഒരു മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ സകലവിധ പാപങ്ങളും അല്ലാഹു പുറത്തു തന്ന് മരിക്കുമ്പോൾ ഒരു തെറ്റുപോലും ബാക്കിയില്ലാതെ സ്വർഗക്കാരനായിട്ടാണ് അയാൾ മരിക്കുന്നത്. അതുകൊണ്ട് രോഗത്തെ നിങ്ങൾ കുറ്റം പറയണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തസുബ്ബുൽ ഹുമ്മാ, പനിയെ നിങ്ങൾ ചീത്ത പറയരുത്, രോഗങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. ഒരു പനി വന്നാൽ വരെ ലക്ഷക്കണക്കിന് പാപങ്ങളാണ് അല്ലാഹു പുറത്തു തരുന്നത്. എന്നാൽ ഒരു ക്യാൻസർ വന്നാലോ എണ്ണിയാൽ തീരാത്ത പാപങ്ങളാണ് അല്ലാഹു നമ്മൾക്ക് വേണ്ടി പുറത്തു തരുന്നത്. എന്ന് വെച്ചിട്ട് ക്യാൻസർ വരാൻ വേണ്ടി ദുആ ചെയ്യണ്ട. ക്യാൻസർ വന്നാൽ നമ്മൾ ക്ഷമിക്കുക. അല്ലാഹു രോഗമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ശർറായ ഖളായിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു കാക്കുമാറാവട്ടെ. അപ്പോ പറഞ്ഞു വരുന്നത്, അല്ലാഹു എല്ലാ ആളുകളെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും. രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. ആ ഒരു സമയത്ത് ആർക്കാണോ ക്ഷമിക്കാൻ കഴിയുന്നത്, ഭർത്താവ് ഭാര്യയെ ക്ഷമിപ്പിക്കണം, അവരെ ക്ഷമ കൊണ്ട് ഉപദേശിക്കണം. കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോ ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കണം. കുഴപ്പമില്ല, ക്ഷമിക്കൂ പൊന്നാര ഭർത്താവേ, ക്ഷമിക്കൂ, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. രോഗം വരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് ജീവിക്കുന്ന ആളുകൾ ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. സമയം വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വല്ലുഹ വല്ലൈലി ഇദാ യഗ്ശാ, രാത്രി തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, പകല് തന്നെയാണ് സത്യം. അല്ലാഹു സമയങ്ങളെ കൊണ്ട് നിരന്തരമായി സത്യം ചെയ്യുന്നുണ്ട്. അതിന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ മരിച്ച് ജനാസയുമായി ഖബറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ നിന്നൊരു അശരീരി നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ല. നമ്മളോട് പറയുന്നുണ്ട്, ലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറത്നി. ജനാസ പിടിച്ച് ഉപ്പയുടെ, ഭർത്താവിന്റെ, ഭാര്യയുടെ, മക്കളുടെ, ചങ്ങാതിമാരുടെ, നാട്ടുകാരുടെ ജനാസയും പിടിച്ച് മയ്യിത്തും പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനത്തെ ഒരു പിടി മണ്ണ് വാരി മുഖത്തേക്ക് ഖബറിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ മയ്യിത്ത് നമ്മോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്, നമ്മളത് കേൾക്കാറില്ല. ആ മയ്യിത്ത് നമ്മളോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. ലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറത്നി, ഞാൻ പെട്ടുപോയതുപോലെ നിങ്ങൾ പെട്ടുപോവല്ല സഹോദരാ. ഞാൻ ദുനിയാവിന്റെ ഭംഗിയിൽ, ദുനിയാവിന്റെ പളവളപ്പിൽ, ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ, ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ഞാൻ മയങ്ങിപ്പോയി, നിങ്ങൾ അതിൽ വഞ്ചിതരായി പോവല്ല സഹോദരാ. വലാ തൽഅബ് ബികുമുദ് ദുനിയാ വലാ യൽഅബ് ബികുമുദ് ദുനിയാ കമാ ലഅബ ബി. ദുനിയാവ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കാൻ ദുനിയാവിന് നിങ്ങൾ അവസരം നൽകരുത്, ദുനിയാവിന് പ്രാധാന്യം നൽകരുത്. ആഖിറത്തെ കുറിച്ച് ആലോചിക്കണേ എന്ന് ജനാസ കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്ത് നമ്മളോട് പറയുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഓരോ സമയങ്ങളും വെറുതെ അനാവശ്യങ്ങളിൽ ഇടപെടാതെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ യുഖല്ലിബുല്ലാഹുൽ ലൈല, രാത്രിയെ പകലിൽ നിന്ന് അല്ലാഹു മാറ്റിമറിച്ചത്, പകലിനെ രാത്രിയിൽ നിന്ന് മാറ്റിമറിച്ചത്. ഒരു രാത്രി കഴിയുമ്പോൾ ഒരു പകല്, ഒരു പകല് കഴിയുമ്പോൾ മറ്റൊരു രാത്രി. എന്തിനാണ് ഈ ഒരു സംവിധാനം? എന്തിനാണ് ഈ ഒരു സംവിധാനം? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ഈ ആയത്ത് കഴിഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഈ രാത്രിയെ പകലാക്കി മാറ്റുന്നതും പകലിനെ രാത്രിയാക്കി മാറ്റുന്നതും രാത്രി കഴിഞ്ഞാൽ പകല്, പകല് കഴിഞ്ഞാൽ രാത്രി, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് പാഠമുണ്ട്, ആലോചിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതിലൊരുപാട് പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുള്ളത്? ഈ രാത്രി കഴിഞ്ഞ് പകല് വരുമ്പോൾ നീ ചിന്തിക്കണം, ഇതേപോലെ ഞാനും ഒരു ദിവസം മരിക്കാനുള്ളവനാണ്. പകല് കഴിഞ്ഞ് രാത്രി വരുമ്പോൾ നീ ചിന്തിക്കണം, ഞാനും ഒരു ദിവസം ലോകത്തോട് വിട പറയാനുള്ളതാണ്. ചന്ദ്രനെയും സൂര്യനെയും അല്ലാഹു സൃഷ്ടിച്ചു. ആ ചന്ദ്രൻ ഒന്നാമത്തെ ദിവസത്തിലുള്ള വലുപ്പമല്ല രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം വലുപ്പം കൂടി. 14-ാം ദിവസമാകുമ്പോ അത് പൂർണ്ണമായ ചന്ദ്രനായി, പിന്നെ കുറഞ്ഞു കുറഞ്ഞ് അപ്രത്യക്ഷമാകുന്നുണ്ട്. അതേപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ഉമ്മയുടെ വയറ്റിൽ നിന്ന് ചെറിയൊരു കുഞ്ഞായി, പിന്നെ വലുതായി, പിന്നെ പ്രായപൂർത്തിയെത്തി, പിന്നെ 40 വയസ്സായി, പിന്നെ 50-ആയി, പിന്നെ 60-ആയി, പിന്നെ നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഇതിലും നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഇന്നമാ അൻത അയ്യാം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ വെറും ദിവസങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വെറും ദിവസങ്ങൾ മാത്രമാണ്. 60 വർഷം ജീവിക്കുന്ന ഒരാൾ എത്ര ദിവസമാണ് ഇവിടെ ജീവിക്കുക? 60 വർഷം ജീവിക്കുന്ന ഒരാൾ എത്ര ദിവസമാണ് ഇവിടെ ജീവിക്കുക? ഏകദേശം 27,000 ദിവസത്തോളമാണ് ജീവിക്കുക. 60 വർഷന്റെ ദിവസം 27,000 ദിവസമാണ്. 30-കാരൻ എത്രയായി? 30-കാരന്റെ ജീവിതം എത്ര? 13,000 ദിവസം. 30-കാരന്റെ 13,000 ദിവസം കഴിഞ്ഞുപോയി. ഇനി ആകെയുള്ളത് 13,000 വർഷമാണ്. ആലോചിക്കാറുണ്ടോ? 40,000 ദിവസം കഴിഞ്ഞുപോയി, പിന്നെയുള്ളത് ആകെ അല്പം ചില ദിവസങ്ങളാണ്. എന്തേ നമ്മൾ ആലോചിക്കാത്തത്? ഇന്നമാ അൻത അയ്യാം, നീ വെറും ദിവസങ്ങളാണ്. നിന്നിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോയാൽ, കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅലുക, ഒരു ദിവസം നിന്നിൽ നിന്ന് വിട പറയുമ്പോ നിന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് നിന്നോട് വിട പറഞ്ഞത്. അങ്ങനെ വിട പറഞ്ഞു പോകുമ്പോ നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെയാണ് നിന്റെ ദിവസത്തെ നിനക്ക് തള്ളി നീക്കാൻ പറ്റുന്നത് എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. തഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പവനോട് പറയുന്നത്, മനുഷ്യ, നിന്റെ ഹൃദയത്തിലെ നിന്റെ ജീവിതം മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ് എന്നാണ് നമ്മുടെ ഓരോ സ്പന്ദനങ്ങളും നമ്മോട് പറയുന്നത്. ഹൃദയത്തിന്റെ മിടിപ്പ് പറയുന്നത് ഈ മിടിപ്പ് പോലെ നിന്റെ ജീവിതം സെക്കൻഡുകളാണ്, നിന്റെ ജീവിതം നിമിഷങ്ങളാണ്. മഹാനായ ഫുലൈൽ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ് ചോദിക്കുന്നത്. മനുഷ്യനോട് ചോദിച്ചു, കം അൻത അലൈക കം അതസ് അലൈക, എത്ര വയസ്സായി? 60 വയസ്സായി. എത്ര വയസ്സായി? 60-കാരനായ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സായി. 60 സന മുൻദു 60 സന തസീറു ഇലാ റബ്ബിക, 60 വർഷമായി നീ നിന്റെ റബ്ബിലേക്ക് നടക്കുകയാണല്ലോ. 60 വർഷമായിട്ട് നീ നിന്റെ റബ്ബിലേക്ക് നടക്കുകയാണല്ലോ, അള്ളാഹുവിലേക്ക് പോവുകയാണല്ലോ. തൂഷിക്കുക, അള്ളാഹുവിലേക്ക് നീ എത്താനായിരിക്കുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, യാ അബാ അലി, യാ അബാ അലി ഫുലൈല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോഴാണ് മഹാനായ ഫുലൈൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നീ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമോ? എന്താ പറഞ്ഞത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് അതിന്റെ അർത്ഥം? എന്ത്? അല്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് മഹാനായ ഫുലൈൽ തങ്ങൾ പറഞ്ഞത്, അനലില്ലാഹി അബ്ദുൻ, ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്നാണ് അതിന്റെ അർത്ഥം. വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അല്ലാഹി റാജിഊൻ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് എന്നാണ് അർത്ഥം. ഫമൻ അലിമ
ഒരാൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണെന്നും ഒരാൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ മഹ്ശറയുടെ മുമ്പിൽ കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ വിചാരണ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒരു ദിവസം നിർത്തുമെന്നും അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ മനസ്സിലാക്കണം, അവനോട് ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹു നാളെ ചോദിക്കുമെന്ന്. അള്ളാഹു നാളെ ചോദ്യം ചോദിക്കുമെന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവൻ തയ്യാറാവേണ്ടേ? അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനക്കോടി ആളുകളുടെ മഹ്ശറയുടെ മുമ്പിൽ അള്ളാഹു നിർത്തുമെന്ന് മനസ്സിലാക്കിയാൽ അവൻ അതിൽ നിന്ന് മനസ്സിലാക്കണം, ആ നൃത്തത്തിന് ശേഷം ഒരു ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നും അവൻ മനസ്സിലാക്കേണ്ടേ? മഹാനായ ഫുലൈൽ റളിയല്ലാഹു അൻഹുവിനോട് 60-കാരനായി മനുഷ്യൻ ചോദിക്കുന്നത്, ഫമൽ ഹീല, 60 വർഷമായി ഞാൻ ഇനി രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? 60 വർഷമായി ഞാൻ ഇവിടെ ജീവിക്കുന്നു, എനിക്ക് 60 വർഷമായി 60 വയസ്സായി. ഫമൽ ഹീല, എങ്ങനെയാണ് രക്ഷപ്പെടുക? ആഖിറത്തിൽ എനിക്ക് രക്ഷപ്പെടണം, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. മഹ്ശറിൽ എനിക്ക് രക്ഷപ്പെടണം, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക? ഒന്നെനിക്കതിന് തരുമോ? അപ്പോഴാണ് മഹാനായ ഫുലൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തുഹ്സിനു ഫീമാ ബഖിയ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി, ഇനി വരാനിരിക്കൽ നന്മ മാത്രം ചെയ്യണം. തുഹ്സിനു ഫീമാ ബഖിയ, നിന്റെ ജീവിതത്തിന്റെ 27,000 ദിവസങ്ങളാണ് നിന്നോട് വിട പറഞ്ഞു പോയത്. തുഹ്സിമാ ബഖിയ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നീ നന്മ മാത്രം ചെയ്യണം. യുഗ്ഫറു ലക മാ മലാ, യുഗ്ഫറു ലക മാ മലാ, 60 വയസ്സിന്റെ ശേഷം ഇനി മരണം വരെ നീ നന്മ മാത്രം ചെയ്താൽ അല്ലാഹു നിന്റെ 60-ന് മുമ്പ് നീ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളരുമെന്ന് മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഈ വയസ്സനായ 60-കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഫഇന്ന സഅത ഫീമാ ബഖിയ, 60 വയസ്സ് കഴിഞ്ഞു, അതിനുശേഷം നന്മ ചെയ്യുന്നതിന് പകരം നീ തെറ്റു ചെയ്താൽ 60 വയസ്സിന് മുമ്പ് നീ ചെയ്ത എല്ലാ പാപങ്ങളുമായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോവേണ്ടി വരും. വമാ ബഖിയ, ശേഷം ചെയ്യും രക്ഷപ്പെടണമെങ്കിൽ. അഥവാ 40-കാരൻ ഈ സദസ്സിലുണ്ട്, 25-കാരൻ 20-കാരൻ 15-കാരൻ എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ളൊരു സദസ്സിൽ ഫമൽ ഹീല, രക്ഷപ്പെടാനുള്ള വഴി എന്ത്? കഴിഞ്ഞുപോയതിനെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ വ്യാകുലപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ടൊരു കാര്യമില്ല, ചത്തുപോയില്ലേ? അപ്പൊ രക്ഷപ്പെടാനുള്ള വഴി ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ, വരാനിരിക്കുന്ന മാസങ്ങളിൽ നന്മ മാത്രം ചെയ്യാൻ നമ്മൾ അധ്വാനിക്കണം. എങ്കിലോ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരും. അല്ല അതുപോലെ ജീവിക്കാനാണ് ഇനിയും ഉദ്ദേശമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ പോവട്ടെ, ഇതുവരെ ജീവിച്ചതുപോലെ തന്നെ തുടരാനാണ് നമ്മുടെ ചിന്തയെങ്കിൽ അല്ലാഹു കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളും കൊണ്ട് നാളെ ആഖിറത്തിൽ ശിക്ഷിക്കുമെന്ന് മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. രക്ഷപ്പെടാൻ വഴികളുണ്ട്, രക്ഷപ്പെടാൻ നമ്മൾക്ക് വഴികളുണ്ട്, അള്ളാഹുവിനോട് നമ്മൾക്ക് വഴികളുണ്ട്. പക്ഷേ ഒന്നും ചിന്തിക്കാതെ, ഒന്നും ആലോചിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും, അൻതഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. അല്ലാഹുവേ, ഞാൻ നഷ്ടത്തിലാണ് റബ്ബേ. യാ ഹസ്റതാ, എൻ്റെ കാര്യം കഷ്ടമാണല്ലാഹ്, ഞാൻ അപകടത്തിലാണ് റബ്ബേ. മാ ഫറത്തു ഫീ ജംബില്ലാഹ്. അല്ലാഹുവേ, കഴിഞ്ഞു പോയതിൽ നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്ത ആളാണല്ലോ ഞാൻ, എൻ്റെ കാര്യം കഷ്ടമാണെന്ന് പറഞ്ഞ് നാളെ ആഖിറത്തിൽ വിലപിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. വഇൻ കുൻതു ലമിനൽ ഖാസിരീൻ വഇൻ കുൻത ലമിനസ് സാഖിരീൻ. നീ പരിഹസിക്കുന്നവരിൽ പെട്ടുപോയി, നീ പരിഹസിക്കുന്നവരിൽ പെട്ടുപോയല്ലോ. ആ സമയത്ത് അല്ലാഹു പറഞ്ഞപ്പോ നന്മ ചെയ്യുന്നതിന് പകരം കൊഞ്ഞണം കുത്തി, നന്മ ചെയ്ത് ജീവിക്കാൻ ഉസ്താദുമാരും കൂട്ടുകാരും മാതാപിതാക്കളും അധ്യാപകരും നിരഞ്ഞപ്പോ നിന്റെ ചുറുചുറുപ്പ് കൊണ്ട്, നിന്റെ രക്തം തിളക്കുന്ന യൗവനം കൊണ്ട് നീ കൊഞ്ഞനം കുത്തി അല്ലേ? നീ ഇപ്പോ പറയുകയാണ്,
എൻ്റെ നഷ്ടമേ, എൻ്റെ കഷ്ടമേ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാണ് ഇനി രക്ഷപ്പെടുക? ആ സമയത്ത് നീ പരിഹസിച്ചതുകൊണ്ട്, ആ സമയത്ത് നീ അധ്വാനിക്കാത്തത് കൊണ്ട് ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്നാണ് അല്ലാഹു നാളെ ആഖിറത്തിൽ നമ്മോട് പറയുക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരായ സ്വഹാബാക്കൾ മത്സരിക്കുന്ന ആളായിരുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരൽപ്പം പോലും ചൂടനുഭവിക്കാതെ അല്ലാഹു പറഞ്ഞു, ഖുൽനാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് ചൂടേൽക്കാൻ പാടില്ല, അതുകൊണ്ട് തണുപ്പും വേണ്ട ചൂടും വേണ്ട, നല്ലൊരു അന്തരീക്ഷം ഇബ്രാഹിം നബിക്ക് നൽകണമെന്ന് പറഞ്ഞ് അല്ലാഹു ഇബ്രാഹിം നബിക്ക് നല്ലൊരു അന്തരീക്ഷം നൽകിയതുപോലെ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലെ രാജാവ് തീയിലേക്ക് വലിച്ചെറിഞ്ഞൊരു സംഭവമുണ്ടായി. തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാവരും വിചാരിച്ചു കത്തിക്കരിഞ്ഞു കാണുമെന്ന്. എല്ലാവരും വിചാരിച്ചു ഒന്നും ബാക്കിയില്ലാതെ വെണ്ണീരായി പോകുമെന്ന്. പക്ഷേ ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ നിന്നിറങ്ങി വന്നതുപോലെ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു തീക്കുണ്ടാരത്തിൽ നിന്നിറങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ ജഅല മിൻ ഉമ്മത്തി മുഹമ്മദ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാളെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ഇബ്രാഹിം നബിക്ക് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അല്ലാഹുവേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാളെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാളെ കാണിച്ചു തരാതെ എന്നെ മരിപ്പിക്കരുത് എന്ന പ്രാർത്ഥന, ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ തീയിൽ നശിക്കാതെ ഇബ്രാഹിം നബി എങ്ങനെയാണോ രക്ഷപ്പെട്ടത് അതേപോലെ ആഫിയത്തോടെ മദീനയിലേക്ക് തിരിച്ചു വന്നു മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി. മറ്റൊരു സംഭവമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ പള്ളി വിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളി വിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു വൃദ്ധയായ മാതാവ് വഴി തടഞ്ഞ് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഞാൻ വൃദ്ധയാണ്, എന്നെ ഒന്ന് സഹായിക്കണം, എന്റെ ആട്ടിന്റെ പാലൊന്ന് കറന്നു തരണം, എന്നെ സഹായിക്കാൻ ആരുമില്ല. നന്മ ചെയ്യാൻ മത്സരിക്കുന്ന സ്വഹാബാക്കളൊന്നും മടിക്കാതെ ഈ വൃദ്ധയായ മാതാവ് വിളിച്ച വഴിയെ പാല് കറന്നു കൊടുക്കാൻ വേണ്ടി വൃദ്ധ മാതാവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തി, എവിടെയാണ് നിങ്ങളുടെ ആടെവിടെ? ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ കൊണ്ടുവരാം. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടിനകത്തേക്ക് സുന്ദരിയായ ഒരു പെണ്ണ് കടന്നു വരുന്നുണ്ട്. വാതിലിന്റെ കതകുകൾ അടക്കുന്നുണ്ട്, വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് എന്റെ റബ്ബിനെ പേടിയാണ്, എനിക്ക് എന്റെ അല്ലാഹുവിനെ പേടിയാണ്. അദ്ദേഹം ഈ പെണ്ണിനെ വഴങ്ങിക്കൊടുത്തില്ല. ആരും കാണാനില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരാളും കാണാനില്ലാത്ത സാഹചര്യം. വീടിന്റെ കതകുകൾ അടിച്ചിട്ടുണ്ട്, രാത്രി സമയമാണ്. സുന്ദരിയായ പെണ്ണാണ് തന്റെ മുറിയിൽ വന്നിരിക്കുന്നത്. അതും ഇങ്ങോട്ട് പ്രപ്പോസുമായി വന്നതാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഈ പെണ്ണാണ് ഈ വൃദ്ധയായ മാതാവിനെ പറഞ്ഞേക്കുന്നത്. ഈ പെണ്ണിന് ഇയാളോടുള്ള താല്പര്യം ശമിപ്പിക്കാൻ വേണ്ടി കുതന്ത്രം ഉപയോഗിച്ചതാണ്. ഇദ്ദേഹം ഒച്ച വെച്ചപ്പോഴേക്കും ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോഴേക്കും പെണ്ണിന്റെ സ്വഭാവം തന്നെ മാറി. ഒന്നിനെ പോലെ മാറാൻ കഴിയുന്നത് പെണ്ണിനല്ലാതെ പിന്നെ ആർക്കാണ്? അല്ലെ, ഒന്നിനെ പോലെ നിറം മാറാൻ പെണ്ണിനല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുക? വ്യഭിചാരത്തിലേക്ക് പെണ്ണ് ക്ഷണിച്ചാലും, ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് കൊണ്ടുപോയി പെണ്ണ് വ്യഭിചരിച്ചാലും ഇന്ന് നമ്മുടെ രാജ്യത്തടക്കം കേസ് പുരുഷന്മാർക്കാണ്. പെണ്ണിനെന്തിനും സ്വാതന്ത്ര്യമാണ്. എന്നാൽ നമ്മളെങ്ങാനൊന്ന് കണ്ണുരുട്ടിയ പിന്നെ പീഡനായി. ആണുങ്ങൾ കണ്ണുരുട്ടിയ പീഡനായി. 2 സീരിയൽ നടിമാർ ടാക്സി ഡ്രൈവറെ അടിച്ച് തുഴിച്ച് ഇടിച്ചിട്ട് അവശനാക്കിയിട്ട് പെണ്ണുങ്ങൾക്കെതിരെ കേസില്ല, അവർക്ക് ജാമ്യം നൽകി. ഈ ടാക്സി ഡ്രൈവർ, നിരപരാധിയായ ടാക്സി ഡ്രൈവർ ജയിലിലായി. ഇതൊക്കെ നമ്മൾ വായിച്ചതില്ല. ഇത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ.
പെണ്ണിനെ പോലെ നിറം മാറാൻ പറ്റുന്ന വേറൊരു വർഗമില്ല, ഒന്നുപോലും തോറ്റുപോകുന്ന സാഹചര്യ അവസ്ഥയാണ്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, യാ അല്ലാ, എന്നെ വ്യഭിചരിക്കാൻ വേണ്ടി ഇയാൾ വന്നിരിക്കുകയാണ്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ പെണ്ണ് നേരെ മാറ്റി, ഇയാൾ എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ആളുകൾക്ക് കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടുന്നവരാണുങ്ങൾ അല്ലേ. കാള പ്രസവിക്കൂല എന്ന് പോലും ചിന്തിക്കൂല. അപ്പുറത്ത് വിട്ട് കാള പെറ്റോ എന്നാൽ പിന്നെ കയറെടുത്ത് ഓടന്നെ. കാള പ്രസവിക്കൂല എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നമ്മുടെ ആണുങ്ങൾക്കില്ല. അപ്പം ആളുകൾ അടിച്ചു, കൈയും കാലും കെട്ടി വിരിഞ്ഞ് കെട്ടി, എത്ര അടിക്കാൻ പറ്റും നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി ഉമർ തങ്ങളുടെ സമീപത്തെത്തി. ഉമർ തങ്ങൾക്ക് വിഷമായി, യാ അല്ലാഹ്, നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് ഞാൻ വിചാരിച്ച ആളാണല്ലോ. അല്ലാഹുവേ, ഇയാളെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു റബ്ബേ. എൻ്റെ ചിന്തയെ നീ തെറ്റാക്കല്ല റബ്ബേ, എൻ്റെ ചിന്തയെ നീ തിരുത്തല്ല റബ്ബേ. ഇയാളെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു റബ്ബേ. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. വൃദ്ധയായ മാതാവ് വിളിച്ചു അല്ലേ. എന്നാ പിന്നെ ഏത് പെണ്ണാണ്? കുറേ വൃദ്ധമാരൊക്കെ വിളിച്ചു, ആരും തിരിയുന്നില്ല. അദ്ദേഹം ബന്ധിതനാണ്. എല്ലാ വൃദ്ധരായ പെണ്ണുങ്ങളെയും വിളിച്ചു, ആരും കാണുന്നില്ല. അവസാനം ഒരു വൃദ്ധയായ മാതാവ് വരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ആ ഉമ്മാമ തന്നെയാണ് എന്നെ വഴിപിഴപ്പിച്ചത്. പെണ്ണിനെ വിളിച്ചു, ചോദ്യം ചെയ്തു, സംഭവം പിടികിട്ടി. മഹാനായ ഈ സ്വഹാബി നിരപരാധിയാണെന്ന്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എൻ്റെ ഹബീബിന്റെ സമുദായത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാളെയും എനിക്ക് കാണിച്ചു തന്നുവല്ലോ. ഇനി നമ്മൾ ചിന്തിച്ച് ഇങ്ങനൊരു സാഹചര്യം നമ്മൾക്കുണ്ടായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇല്ലാത്ത സാഹചര്യം തേടിപ്പോവല്ല നമ്മൾ. ഇങ്ങോട്ട് സാഹചര്യം വരുമ്പോൾ പോലും മാറി നിന്ന് രക്ഷപ്പെട്ടവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. ഇങ്ങോട്ട് വന്നിട്ട് ഒഴിവാക്കി, നമ്മളിങ്ങോട്ട് തേടിപ്പോവാൻ ബുള്ളറ്റ് എടുത്തിട്ട്. അല്ലേ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. പറഞ്ഞു വന്നത് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, അല്ലാഹു നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാൻ. അദ്ദേഹം നിസ്കരിച്ച് കാലുകളൊന്നും അടുത്തു വരുമ്പോൾ, കാലുകൾക്ക് ക്ഷീണം വരുമ്പോൾ വടിയെടുത്ത് കാലിലേക്ക് അടിക്കുമായിരുന്നു, വടിയെടുത്ത് കാലിനെ അടിക്കുമായിരുന്നു. എന്തേ ക്ഷീണം വന്നത്? നിസ്കരിക്കുക എന്ന് പറഞ്ഞ് കാലിനെ അടിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കുമായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്, ഞാനിങ്ങനെ അധ്വാനിച്ച് നിസ്കരിക്കുന്നത്, മഹാന്മാരായ സ്വഹാബാക്കളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മസ്റൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വമനിസ്സാബിഖൂന ഫിൽ ഖൈറാത്ത്, ആയിഷ ബീവിയെ നന്മ കൊണ്ട് മുൻകടന്നവർ ആരാണ്? ആയിഷ ബീവിയെ നന്മ കൊണ്ട് മുൻകടന്നവർ ആരാണ്? ആയിഷ ബീവിയെ എന്ന് മഹാനായ മസ്റൂഖ് തങ്ങൾ ചോദിച്ചപ്പോഴാണ് ആയിഷ ബീവി പറയുന്നത്, അവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച മഹാന്മാരായ സ്വഹാബാക്കളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച, സ്വർഗത്തിലേക്ക് ഒന്നാമത്തെ സഫിൽ കടന്നു പോകുന്ന, ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കടന്നു പോകുന്ന സ്വഹാബാക്കളാണ് നന്മ കൊണ്ട് മുൻകടന്നവരെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഈ ഒരു വിഭാഗത്തിൽ ഞങ്ങൾക്കും പഠനമെന്ന് പറഞ്ഞ് താബിആയ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നിരന്തരമായി കാലിനെ അടിക്കുമായിരുന്നു. മഹാന്മാരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വാർദ്ധക്യത്തിലെത്തി വൃദ്ധനായി മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സമയത്തെടുക്കുന്നുണ്ട്, നിരന്തരമായി സുന്നത്ത് നോമ്പ് നോക്കുകയാണ്. അപ്പോഴാണ് കുടുംബക്കാർ ചോദിച്ചത്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ വാർദ്ധക്യത്തിൽ മരുന്ന് കുടിക്കണിച്ചുകൂടെ? ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പൊ പറഞ്ഞു, മഹാന്മാരായ സ്വഹാബാക്കളുടെ കൂടെ ഒന്നാമത്തെ സഫിൽ സ്വർഗത്തിലേക്ക് പോവാൻ സ്വഹാബാക്കളുടെ കൂടെ തിരക്ക് കൂട്ടാൻ ഞാനും ഉണ്ടാവണം, അവരുടെ കൂടെ തിരക്ക് കൂട്ടും, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഇവരെ പോലെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ നമ്മൾ ഓരോ നിമിഷങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അല്ലാഹു പറയുന്നത് വിചാരണ അടുത്തു എന്നാണ്. ഇഖ്തറബ, വിചാരണ അടുത്തു.
അടുത്തെന്ന് പറഞ്ഞാൽ കുറെ ഒന്നും കാലം കാത്തിരിക്കാനില്ല. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യന്മാർക്ക് അവരെ വിചാരണ ചെയ്യാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. എന്നിട്ടും എന്നിട്ടും മനുഷ്യന്മാർ അശ്രദ്ധരാണല്ലോ. പരീക്ഷ എടുത്തിട്ടും കളിക്കുന്നത് കാണുമ്പോൾ രക്ഷിതാക്കൾ പറയും, നാളെ എക്സാം അല്ലേ, നിനക്ക് പഠിച്ചുകൂടെ അല്ലേ? ഇപ്പൊ നാളെ SSLC എക്സാമാണ്, +2 എക്സാമാണ്, ഡിഗ്രി എക്സാമാണ്. എന്നിട്ടും കളിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ ചീത്ത പറയും, നാളെ എക്സാം അല്ലേ, നിനക്ക് പഠിച്ചുകൂടെ? അതേപോലെ റബ്ബിനറിയാം ഹിസാബ് എടുത്തിട്ടുണ്ട്, വിചാരണ എടുത്തിട്ടുണ്ട്, മഹ്ശർ എടുത്തിട്ടുണ്ട്, ഖിയാമത്ത് നാളെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ കളിക്കുകയാണല്ലോ. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, എന്നിട്ടും ഇവർ അശ്രദ്ധരാണല്ലോ. ഇത്രത്തോളം അടുത്തു നിൽക്കുന്ന ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചോ വിചാരണയെ കുറിച്ചോ അവർ ചിന്തിക്കുന്നില്ലല്ലോ. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധയോടെ ഈ ഉപദേശങ്ങളും സാരോപദേശങ്ങളും നെവർ മൈൻഡ് ചെയ്ത് കളയുകയാണല്ലോ. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ലല്ലോ അവർ. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോ നന്നാവണേ, അത് ചെയ്യണേ, ഇത് ചെയ്യണേ എന്ന് പറഞ്ഞ് നിരന്തരമായി വഅദ് കേൾക്കുമ്പോ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അവര് കളിക്കുകയല്ലാതെ ഇത് കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ. കളിച്ചുകൊണ്ടല്ലാതെ ഇവരതിനെ കേൾക്കുകയേ ഇല്ല, അവരതിനെ കേൾക്കുന്നില്ല. ഇവർക്കിതൊരു കളിയാണ്, ഇതൊരു തമാശയാണ്. വർഷാവർഷങ്ങളിൽ വഅദ് സംഘടിപ്പിക്കണം. ഇല്ലെങ്കിൽ ചോദിക്കും മേഖലയിൽ നിന്ന് SKSSFകാരാ എന്താണ് ഈ പ്രാവശ്യം പ്രവർത്തിച്ചത്, എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഞങ്ങൾ പ്രഭാഷണം നടത്തി. അതിനു വേണ്ടിയിട്ടല്ല മുഅ്മിനീങ്ങളെ, ഈ വഅദ് കൊണ്ട് നമ്മൾ നന്നാവണമെന്ന നിയത്തിൽ വെക്കുക. പിരിവിന് വേണ്ടിയിട്ടും വഅദ് വെക്കണ്ട, നന്നാവാൻ വേണ്ടി വെക്കുക. നന്നാവാൻ വേണ്ടി വെക്കുമ്പോൾ പിരിവ് തനി ഇങ്ങോട്ട് വരും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രവർത്തനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരിക്കലും പരിപാടി സംഘടിപ്പിക്കരുത്. ഞങ്ങളുടെ ഈ ഒരു പരിപാടി കാരണം ഒരാൾ നന്നായാൽ ഞങ്ങൾ ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ആഖിറത്തിൽ ഉപകരിക്കുമല്ലോ എന്നാണ് ഇതിന്റെ സംഘാടകർ ചിന്തിക്കേണ്ടത്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, കളിക്കുകയും ചിരിക്കുകയും തമാശയായി കാണുകയും ചെയ്യുകയല്ലാതെ ഇതിനെ കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ജീവിതത്തിൽ പകർത്താനോ അവർ തയ്യാറാവുന്നില്ലല്ലോ. ലാഹിയതൻ ഖുലൂബുഹും, അവരുടെ ഹൃദയം പൂർണ്ണമായ അശ്രദ്ധയോടെ, ഇതൊക്കെ ഏതോ വയസ്സൻ കാക്കമാർക്കുള്ളതാണ്. ചെറുപ്പക്കാരങ്ങനെ വിചാരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്കുള്ളല്ല, ഇതൊക്കെ ഇത് വയസ്സന്മാർക്കായി വഅദ്, ഉമ്മമാർക്കും വയസ്സന്മാർക്കും ഖബറിലേക്ക് കാൽ നീട്ടിയ വയസ്സന്മാർക്കുള്ളതാണ്. ചെറുപ്പക്കാരുടെ വിചാരം അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇനി സമയമുണ്ടല്ലോ. ആരാണ് ചെറുപ്പക്കാരാ പറഞ്ഞത് സമയമുണ്ട് എന്ന്? ഒരാൾക്കും സമയമില്ല. എത്രയോ കല്ല് പോലെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ അറിവിൽ തന്നെ. നമ്മൾ വിചാരിക്കുന്നതിനു മുമ്പേ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് എത്ര പേരാ അല്ലേ? ആക്സിഡന്റിലൂടെ, രോഗങ്ങളിലൂടെ, ഒരു സൂചന പോലും ഇല്ലാതെ പെട്ടെന്നൊരു മരണം. ഒരു ഹുദവിയായ എൻ്റെ സുഹൃത്ത്, ഒരു വർഷം കഴിഞ്ഞിട്ടില്ല, ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല, രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, രാവിലെ ഉണർന്നിട്ടില്ല. എന്നെക്കാളൊക്കെ ഒരു 2-3 വയസ്സ് വലുതായിരിക്കും. നല്ല ചെറുപ്പക്കാരൻ. രാത്രി ജോലി കഴിഞ്ഞിട്ട് മദ്രസയുടെ റൂമിൽ കിടന്നുറങ്ങിയതാ. രാവിലെ പള്ളിക്ക് വരുന്നില്ല. പിന്നെ പോയി നോക്കുമ്പോൾ ഡോർ മുട്ടി തുറക്കുന്നില്ല. ജനൽ കുത്തി തുറന്നു, നോക്കുമ്പോൾ കിടന്നുറങ്ങുന്നുണ്ട്. ഒച്ച വെച്ചു, ഡോറ് കുത്തി തുറന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എത്ര എത്ര ആളുകളാണ് ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ആരോടും യാത്ര ചോദിക്കാതെ ഇവിടെ പറഞ്ഞു പോകുന്നത്. 2-1 മക്കള്, കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞു. 2 പേരും ഒന്ന് കൂടിച്ചേരുന്നതിന് മുമ്പേ വേർപിരിയേണ്ട അവസ്ഥ എത്ര ആളുകൾക്കായി വരുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു അപകട മരണങ്ങളിൽ നിന്ന് നമ്മെ കാക്കട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ലാഹിയതൻ ഖുലൂബുഹും, ഈ വഅദിൽ നിന്നും നന്മയിൽ നിന്നും അശ്രദ്ധയോടെ മാറി നിന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ. വഅസറുൻ നജ്വല്ലദീന ളലമൂ ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുകും അഫതഅതൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ.
അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഈ ഒരു മജീഷ്യൻ, സാധാ മനുഷ്യൻ, ഇയാളുടെ മാജിക് കാണാൻ നിങ്ങൾ തയ്യാറാവുകയും നിങ്ങൾ കാണുന്നില്ല ഇത് സാധാ മനുഷ്യനാണെന്ന്. ഇതേപോലെ തന്നെയാണ് ചില വാദകൾ കേൾക്കുമ്പോൾ ചെറുപ്പക്കാർ നിസ്സാരഭാവത്തോടെ പുച്ഛിച്ചു കളയുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ വാല വരുമ്പോൾ വാലാണോ, ഞാൻ വെറുതെ ഡൗൺലോഡ് ചെയ്തത്, അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരില്ലേ? ഇല്ലേ? എനിക്ക് സ്ക്രീൻഷോട്ട് അടക്കം ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ വാല് അയച്ചപ്പോൾ അതിനെ എതിർക്കുകയും വാലാണോ വെറുതെ എംബി കളയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ചാറ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നന്മയെ പുച്ഛിച്ച് കളയരുത്, നമ്മയെ നിസ്സാരവൽക്കരിക്കരുത് എൻ്റെ ചെറുപ്പക്കാരാ. ആ വേലൊക്കെ കേൾക്കണം. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മൾ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പോകുന്നത്. ഒരു നന്മയെയും നമ്മൾ നിസ്സാരവൽക്കരിക്കരുതേ. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്, നാളെ ഇന്നിപ്പോ ഖിയാമത്ത് നാളെടുക്കുകയാണ്. ഖിയാമത്ത് നാളെടുത്തു, ദജ്ജാലും വന്നു, എല്ലാവരും വന്നു, കഅബയും പൊളിക്കപ്പെട്ടു. ഇന്ന് ഖിയാമത്ത് നാളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അഥവാ ഇനി നാളേക്കൊരു ജീവിതം ബാക്കിയില്ല, ഇന്ന് ഖിയാമത്ത് നാൾ. നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി മരിക്കുന്നതിന് മുമ്പ് നട്ടു വളർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ അത് നടാതെ നീ മരിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ ഖിയാമത്ത് നാളാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ ചെടി നടുന്നത്? എന്തിനാണ് ആ ചെടിയുടെ ആവശ്യം? എന്താ? നാളെ ഇന്നാണ് ഖിയാമത്ത് നാൾ എടുക്കുന്നത്. ഇന്ന് ഖിയാമത്ത് നാൾ എടുത്തു. ബിയദി അഹദികും ഫസീല. ഖിയാമത്ത് നാൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി കഷ്ണമുണ്ട്, ഒരു മരക്കഷ്ണമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഖിയാമത്ത് നാൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആ ചെടി നടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി നട്ടിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ കൃഷിയിടം തുടങ്ങാനല്ല, ഇവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കാനല്ല. മരിക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കണമാണ്. നാളെ മരിക്കുമെന്നതിന് ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? 60 വയസ്സായൊരു നന്മയും ചെയ്യാത്ത ഞാൻ ഏതായാലും എൻ്റെ 60 വയസ്സും കഴിഞ്ഞു. ഇനി ഞാൻ നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ. ഇനി 1, 2, 3 വർഷങ്ങളല്ലേ എൻ്റെ മുമ്പിലുള്ളത്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എത്ര നന്മ ചെയ്തിട്ടും എന്ത് കാര്യമെന്ന് ചിന്തിക്കണ്ട. നീ 60 വർഷം വ്യഭിചാരങ്ങളിലും കൊലപാതകങ്ങളിലും കള്ളുകുടിയിലും മയക്കുമരുന്നിലും ലഹരിയിലും തോന്നിവാസങ്ങളിലും ജീവിച്ച ഒരാളാണെങ്കിൽ വരെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞാൽ അതെങ്കിലും പറഞ്ഞിട്ട് നീ മരിക്കണമെന്നാണ് അതിന്റെ അർത്ഥങ്ങളൊക്കെ, ഈ ഹദീസിന്റെ വിശദീകരണങ്ങളൊക്കെ. നന്മ ചെയ്യാൻ ഒരു അവസരമുണ്ടായാൽ അത് നഷ്ടപ്പെടുത്തരുത് മുഅ്മിനീങ്ങളെ. നന്മ ചെയ്യാനൊരു അവസരമുണ്ടായാൽ, ഉദാഹരണം തന്നെ പറയാ, വഅലിന്റെ സദസ്സ് എന്നുള്ളത്, ഇൽമിന്റെ സദസ്സ് എന്നുള്ളത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, സ്വർഗത്തിന്റെ പൂന്തോട്ടമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ, ഈ ഒരു ഇൽമിന്റെ സദസ്സ് കാണുമ്പോ ആ സദസ്സിലിരുന്ന് ഈ പൂന്തോട്ടത്തിൽ സ്വർഗത്തിന്റെ ഒരു ഭാഗവാക്കാവാതെ ഈ ഒരു നന്മ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാര. അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇതൊരു പുണ്യമാണ്, ഇത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ദുനിയാവിലെ സ്വർഗം ആസ്വദിക്കുന്ന ആളുകൾക്ക് നാളെ ആഖിറത്തിൽ സ്വർഗം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.